സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ ബലിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, മഹാരാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലും എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. എന്നേക്കും
എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാട്ടിടുവിൻ, വാട്ടിടുവിൻ. പരിപാലന സർവേശ, പരിപാലന ബലവാനേ, പരിപാലന ആദ്യനേ, നിൻ കൃപകൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന ശ്രദ്ധയോടെ കേൾക്കുകയും നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന പുരോപ്രശ്രദ്ധിച്ചാലും. അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലെ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശപ്പെടുത്തേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ ചെയ്യരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവേൻ. കർത്താവ് ബാൽഫയിൽ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപേറിനെ പിന്തുടരുന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇതാ, നിങ്ങൾ കൈവശമാക്കുവാൻ പോകുന്ന രാജ്യത്ത് നിയമനിഷ്ഠകൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുകയും എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെ പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവും ഉള്ളവരാണെന്ന് ഏറ്റുപറയും. നാമം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന നിയമസംഹിതയിലെ പോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്? ദൈവമായ കർത്താവേ സ്തുതി. സർവ്വജനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം ഗുരു ആശീർവദിച്ചാലും. അനുഗ്രഹിക്കട്ടെ. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം ഗുണകരമല്ല. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം പണിതുയർത്തുന്നില്ല. ഓരോരുത്തരും സ്വന്തം നന്മ കാക്ഷിക്കാതെ മറ്റുള്ളവന്റെ നന്മ കാക്ഷിക്കട്ടെ. ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതുതരം മാംസവും മനസാക്ഷിക്കുത്തില്ലാതെ ഭക്ഷിക്കുവേൻ. കാരണം ഭൂമിയും അതിലുള്ള സകലതും കർത്താവിൻ്റെതാണ്. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവിടെ വിളമ്പുന്നതെന്തും മനസാക്ഷിക്കുത്തില്ലാതെ ഭക്ഷിക്കുവേൻ. എന്നാൽ ആരെങ്കിലും ഇത് ബലിയർപ്പിച്ച വസ്തുവാണെന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തിയവനെയും അവന്റെ മനസാക്ഷിയെയും പ്രതി നിങ്ങൾ അത് ഭക്ഷിക്കരുത്. സ്വന്തം മനസാക്ഷിയല്ല അവൻ്റെതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവന്റെ മനസാക്ഷിയിൽ എന്തിനു വിധിക്കപ്പെടണം? കൃതജ്ഞതയോടെയാണ് ഞാൻ പങ്കുപറ്റുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞതയെ അർപ്പിച്ചതിനെ പറ്റി
എന്തിന് കുറ്റാരോപിതനാകണം? നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്താൽ എല്ലാം ദൈവമതത്തിനു വേണ്ടി ചെയ്യുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോടാശ്രയമെന്നതായി വന്നു നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ ദൈവം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്തുകൊണ്ട് നിങ്ങൾ നീതിപൂർവം വിധിക്കുന്നില്ല? നീ നിന്റെ എതിരാളിയോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അയാളുമായി ഒത്തുതീർപ്പിലെത്താൻ ശ്രമം നടത്തുക. അല്ലെങ്കിൽ അയാൾ നിന്നെ ന്യായാധിപന്റെ അടുക്കിലേക്ക് വലിച്ചിഴയ്ക്കുകയും ന്യായാധിപൻ നിന്നെ പാറാവുകാരനെ ഏൽപ്പിക്കുകയും പാറാവുകാരൻ നിന്നെ തടവിലിടുകയും ചെയ്യും. ഞാൻ നിന്നോട് പറയുന്നു, അവസാനത്തെ തൊട്ടുവരെ കൊടുത്തു വീട്ടാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. ഗലീലിയക്കാരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ ഈശോയെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം സഹിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെക്കാൾ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സിലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ എല്ലാ ജെറുസലേം നിവാസികളെക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ 3 വായനകളിൽ ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകത്തിൽ മോശ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന നിയമങ്ങളും ചട്ടങ്ങളുടെയും വിശദീകരണവും അത് എങ്ങനെ പാലിക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രായേലിന് നൽകപ്പെട്ട നിയമങ്ങളനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് സീനായ് മലയിൽ വെച്ച് മോശ ദൈവവുമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെ ബാക്കിയാണ്. നിങ്ങൾ എൻ്റെ നിയമങ്ങൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ വിശുദ്ധ ജനവുമായിരിക്കും എന്നുള്ള സീനായ് ഉടമ്പടിയുടെ ബാക്കി ഭാഗമായിട്ടാണ് മോശ അത് പറയുന്നത്. നിയമങ്ങൾ പാലിക്കുക, ചട്ടങ്ങൾ അനുസരിക്കുക, എന്നാൽ നിങ്ങൾ ജീവിക്കും. ലേഖന ഭാഗത്തെ വായനയിലേക്ക് വരുമ്പോൾ പറഞ്ഞു വെക്കുന്നത്, നിങ്ങളുടെ മനസാക്ഷിക്ക് അനുസരിച്ച് ഒരു പക്ഷേ അത് ശരിയായിരിക്കാം, പക്ഷേ മറ്റുള്ളവന് ഒരുത്തന് ഇടർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം.
ഒരു പക്ഷേ നിന്റെ ശരികൾ മറ്റൊരുത്തൻ്റെ ശരികളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അവന് ചിലപ്പോൾ അവൻ്റേതായിട്ടുള്ള രീതികളും അവൻ്റേതായിട്ടുള്ള പൊതുവായിട്ടുള്ള സങ്കല്പങ്ങളും മറ്റും കാണും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരുവൻ്റെ മനസ്സിന് ഇടർച്ചയുണ്ടാക്കാത്ത വിധത്തിൽ പെരുമാറാൻ ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞു വെക്കുന്നത്. 1 അനുരഞ്ജനം, 2 മാനസാന്തരം. കുറെ കൂടെ നീ നിന്റെ സുഹൃത്തിനോടോ മറ്റുള്ളവരോടോ വ്യവഹാരത്തിന് പോകരുത്. അതിനേക്കാൾ ഉപരി അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവിന് അതേ പറയാൻ പറ്റും. നമ്മളെല്ലാവരും ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു നാടകമാണ് ഈ ക്രിസ്തുവിൻ്റെ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന കസാംബിസാക്കിസിൻ്റെ ഒരു നോവലും നാടകവും ഒക്കെ ആയിട്ട് അത് പല രീതിയിൽ നമ്മളൊക്കെ പലവട്ടം അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിലിങ്ങനെ ഒരു സംഭാഷണമുണ്ട്. അത് സ്നാപക യോഹന്നാനും യേശുവും തമ്മിലുള്ള സംഭാഷണമാണ്. സ്നാപക യോഹന്നാൻ യേശുവിനോട് പറയുകയാണ്, ദാ വൃക്ഷം ജീർണിച്ചിരിക്കുന്നു, എൻ്റെ കയ്യിൽ ദൈവം മഴു തന്നു വിട്ടിരിക്കുന്നു, ഞാനിതാ വൃക്ഷത്തിൻ്റെ കടക്കിൽ ആ മഴു വെച്ചിരിക്കുന്നു, ഇനി നിന്റെ കൂടമാണ്, നീ മഴു എടുത്ത് ആ വൃക്ഷം വെട്ടിക്കളയുക. ക്രിസ്തു പറയുന്ന മറുപടി ഇതാണ്, ഞാൻ അഗ്നിയായിരുന്നെങ്കിൽ എനിക്കിതിനെ ദഹിപ്പിക്കാമായിരുന്നു, ഞാൻ മരം വെട്ടുകാരനായിരുന്നെങ്കിൽ എനിക്ക് വെട്ടാമായിരുന്നു, പക്ഷേ ഞാനൊരു ഹൃദയമാണ്, എനിക്ക് സ്നേഹിക്കാനേ കഴിയും. ഒരു അഗ്നിയായിരുന്നെങ്കിൽ എനിക്ക് ഇതിനെ ദഹിപ്പിക്കാമായിരുന്നു, മരം വെട്ടുകാരനായിരുന്നെങ്കിൽ എനിക്കിതിനെ വെട്ടിക്കളയാമായിരുന്നു, പക്ഷെ ഞാനൊരു ഹൃദയമാണ്, എനിക്ക് സ്നേഹിക്കാനേ കഴിയും. അനുരഞ്ജനത്തിൻ്റെ പാത എല്ലായ്പ്പോഴും ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ ഒക്കെ ഈ ഒരു സ്നേഹത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ, പൊരുത്തപ്പെടലിൻ്റെ പാത സ്വീകരിക്കണം എന്നുണ്ട്. എന്ന് കരുതുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും, എല്ലാവരെയും ഒരുപോലെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവ പാഠമാണ്. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്താൻ പറ്റില്ല. പക്ഷേ എല്ലാവരോടും മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ ഇല്ലാതിരിക്കാൻ നമുക്ക് പറ്റും. ചിലരോട് ചില അകലങ്ങൾ സൂക്ഷിക്കേണ്ടത് ഒരുപക്ഷെ നമ്മുടെ തന്നെ സുരക്ഷിതത്തിന് ആവശ്യമായി തീർന്നേക്കാം. അതുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ പാത എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയും എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് കർത്താവ് പറഞ്ഞു വെക്കുന്നത് മാനസാന്തരത്തെക്കുറിച്ചാണ്. മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു പറയുന്നു, എല്ലാ പാപത്തിനും നിങ്ങൾക്ക് ശിക്ഷ കിട്ടും, നിങ്ങളുടെ പാപങ്ങളുടെ അളവനുസരിച്ചാണ് നിങ്ങൾക്ക് ശിക്ഷ കിട്ടുന്നത് എന്ന് പറയരുത്. അത് 2 ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്ന്, ഗലീലിയക്കാരുടെ രക്തം കൂടെ പീലാത്തോസ് ഒഴുക്കിയ വിവരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് സംഭവം? അതായത് ജെറൂസലേമിലേക്ക് ഒരു റോമൻ ഗവർണറായ പീലാത്തോസിന്റെ ഭരണകാലത്ത് ജെറൂസലേമിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ഒരു കനാല് നിർമ്മിക്കാൻ ശ്രമം ആരംഭിച്ചപ്പോൾ അതിനുള്ള പണം കണ്ടെത്തിയത് ജെറൂസലേം ദേവാലയത്തിലെ ഭണ്ഡാരത്തിൽ നിന്നായിരുന്നു. ഇത് അവിടുത്തെ പുരോഹിതർക്കോ അവിടെ വരുന്ന ജനങ്ങൾക്കോ ഇഷ്ടമല്ലാതിരുന്നതിനാൽ അവരതിനെ എതിർത്തു. അതുകൊണ്ട് ജെറൂസലേമിലെ പുരോഹിതന്മാരും അതുപോലെ ഗലീലയിൽ നിന്ന് വന്നവരുമൊക്കെ ആയുധങ്ങളുമായിട്ട് ജെറൂസലേം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ പീലാത്തോസ് ഗവർണറായിരുന്നപ്പോൾ അവരുടെ പടയാളികളെ വിട്ട് അവരെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ ഗലീലിയക്കാരായ കുറച്ച് പേര് അതിൽ കൊല്ലപ്പെട്ടു. അവരുടെ രക്തം കൂടെ അവരുടെ ബലികളിലേക്ക് ഒഴുകി വന്നു. ഇതേക്കുറിച്ചാണ്, ഈ സംഭവത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് അതിൽ മരണപ്പെട്ടവർ മറ്റുള്ളവരെക്കാൾ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുമോ? വീണ്ടും രണ്ടാമതൊരു ഉദാഹരണം പറയുന്നത്, സീലോഹായിൽ അതിന്റെ കിഴക്കേ ചെരുവിലുണ്ടായിരുന്ന ഗോപുരം വീണ് ഗലീലിയക്കാര് 18 പേര് വീണ്ടും മരിച്ചപ്പോൾ, ജെറുസലേം നിവാസികളായ 18 പേര് മരിച്ചപ്പോൾ അവര് കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നു? ഇത്തരം പാപത്തിന്റെ അളവുകൾ അനുസരിച്ചല്ല ശിക്ഷ വിധിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കലും വേദപാഠ ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു, ഒരു കുടുംബം, അവിടെ വലിയ വീടുണ്ട്, അവർക്ക് നല്ല കാറുണ്ട്, അവരുടെ മൂത്ത മകൻ ഡോക്ടറാണ്, നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്, വലിയ പ്രശ്നങ്ങളില്ല. തൊട്ടപ്പുറത്തൊരു വീട്, അവിടെ കുടിലാണ്, അവിടെ രോഗിയായ അച്ഛനുണ്ട്, അവർക്ക് അത്രയധികം നിത്യജീവിതത്തിനുള്ള പൈസ പോലും കഷ്ടിയുള്ളൂ. ഇതിലേത് കുടുംബത്തിനാണ് ദൈവം കൂടുതൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നത്? അവരെല്ലാവരും പറഞ്ഞു, കുട്ടികൾ പറഞ്ഞു, ഈ കുടുംബത്തിനാണ്, ഈ കൂടുതൽ സമ്പത്തുള്ള ഒരു കുടുംബത്തിനാണ്.
ടീച്ചർ പറഞ്ഞു അങ്ങനെയില്ല, ദൈവത്തിന്റെ മുമ്പിൽ അത്തരത്തിലുള്ള മുഖനോട്ടങ്ങളൊന്നുമില്ല. ഓരോരുത്തരും ചെയ്ത നന്മകൾക്കനുസരിച്ച് കിട്ടിയതല്ല. ഒരുപക്ഷെ അവന്റെ പ്രയത്നത്തിന് കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ ഇവന്റെ ദാരിദ്ര്യം, ഒരുവന്റെ കുറവുകൾ, ഒരുവന്റെ ദാരിദ്ര്യം, ഒരുവന്റെ അസുഖങ്ങൾ അത് ദൈവത്തിന്റെ ശിക്ഷയാണെന്ന് ഒരിക്കലും കരുതരുത്. മറിച്ച് ദൈവം അവന്റെ കൂടെയുണ്ട് എന്നുള്ള തെളിവുകളാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളോ വേദനകളോ ഒക്കെ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് എന്ന് കരുതുന്നതിനപ്പുറത്ത് എന്നെ കൂടുതലും നന്മയിലേക്ക് നയിക്കാൻ എന്നെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ചില കൃപകളാണ് അതെന്ന് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് വേണം എന്നാണ് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് കുറെ കൂടെ മാനസാന്തരത്തിൻ്റെ പാതയിൽ ചരിക്കാനും അനുരഞ്ജത്തിൻ്റെ മാർഗം പിന്തുടരുവാനും മോശ പറയുന്നത് പോലെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാകാത്ത തരത്തിൽ ജീവിക്കാനും നമുക്ക് ശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പന്തക്കുസ്ത തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും മേലധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പോലിത്തായെയും രൂപതാധ്യക്ഷനായ ബോസ്കോ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അവരുടെ സഹശുശ്രൂഷകരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകുന്നതിനായി എഴുന്നള്ളി വരണമേ. വിശുദ്ധ കുദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിലൂടെ ഇരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്നേഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യദൈവമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സൗകര്യവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തി
കന്യകമാരും പത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടും നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവിൻ. വൈവിധ്യജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമാകും തൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു.
പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും എല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന
പരിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയങ്ങ് സ്വീകരിക്കണമേ. നിങ്ങളുടെ ശുദ്ധരായ അതിലോരം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമം ആദരാൽ ഞങ്ങളർപ്പിക്കുന്നു. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിന് സ്വന്തമായി എന്റെ പാപങ്ങളും മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും
ഹൃദയതരങ്ങളോടെ സമീപിക്കാം. അനതോന്നുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാരത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവനെടുത്ത വിശ്വസിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രവൃത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. സ്നേഹസ്വരൂപ യേശുനാഥ
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതായികവും ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ മൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായി ഈ ആചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ജീവൻ നൽകും ദൈവികമാ പരിപാവനമീ ബലി വഴിയാ നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയാണ് ചൊല്ലു. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരൊത്തുവലം പാകം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്റെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ആഴ്ച ഞാൻ നേരുന്നു. നമ്മളുടെ പള്ളിയിലുള്ള കുർബാനയുടെ കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഹെൻഡ്ര പാരിഷുമായിട്ട് ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയിൽ നമുക്ക് കുർബാന ചൊല്ലാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ആരംഭിക്കുമായിരിക്കും. അത് നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ പള്ളിയിൽ ഏകദേശം 70 പേര് 71 പേരൊക്കെയാണ് ഇതിൽ കൊള്ളുന്നത്. ഇപ്പോഴത്തെ റെസ്ട്രിക്ഷൻ റൂൾ പ്രകാരം 70 പേരൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വാർഡുകൾക്ക് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മളത് കൊടുക്കുന്നത്. നമ്മൾ സൺഡേ മാസ് ഒബ്ലിഗേറ്ററി മാസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് 2 കുർബാനയും ഞായറാഴ്ച രാവിലെ വേറെ 2 കുർബാനയും. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ നമ്മുടെ വാർഡുകളെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, വാർഡുകൾ ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോൾ ചിലർക്ക് ചില ജോലിയൊക്കെ അനുസരിച്ച് സമയങ്ങളിൽ മാറ്റങ്ങൾ ആവശ്യമായിരിക്കും. അത് ഇൻറ്റേർണൽ സ്വാപ്പിംഗ് നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് വേറെ ആരെങ്കിലുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ വാർഡുകൾക്കായിരിക്കും അത് ഡിവൈഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇട ദിവസങ്ങളിൽ വരുന്നത്, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, നമ്മൾ വെള്ളിയും ശനിയും ഒഴിവാക്കിയിട്ടുണ്ട് രാവിലത്തെ കുർബാന.
വെള്ളിയാഴ്ച വൈകിട്ടത്തെയും ശനിയാഴ്ച രാവിലത്തെയും കുർബാന ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി വരുന്ന ഈ 4 ദിവസങ്ങൾ, തിങ്കൾ മുതൽ വ്യാഴം വരുന്നുള്ള ദിവസങ്ങളിൽ അത് 9 മണിക്കായിരിക്കും കുർബാന. നമ്മുടെ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കുന്നില്ല, ആർക്ക് വേണമെങ്കിലും വരാം എന്നുള്ളതാണ് വെക്കുന്നത്. കാരണം ഒരിക്കലും 70-ൽ കൂടുതൽ നമ്പർ വരില്ല എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 70-ൽ കൂടുതൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും പള്ളിയുടെ അകത്ത് നിൽക്കാനായിട്ട് പറ്റത്തില്ല, പുറത്തായിരിക്കും നിൽക്കുന്നത്. ഇത്രയുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫൈനൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അത് ആരംഭിക്കാൻ പറ്റുക. എന്തായിരുന്നാലും തിങ്കളാഴ്ച അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് ചിലപ്പോൾ നമുക്ക് നടത്താൻ സാധിക്കുമായിരിക്കും. ഇത് ഞാൻ പറയുന്നത് ബ്രിസ്ബൻ നോർത്തിലെ കാര്യമാണ്. ബ്രിസ്ബൻ സൺഷൈൻ കോസ്റ്റിലെ കാര്യം വെച്ച് നോക്കുമ്പോൾ അവിടെ ഇതുവരേക്കും നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയിലെ കാര്യം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അത് ഇനിയും ഉപയോഗിക്കാമെന്ന് ഇതുവരെയും നമ്മളോട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്കറിയത്തില്ല എത്ര സമയം നമുക്കത് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് നമുക്കറിയാൻ മേല. അവർക്ക് വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ മാസിലൂടെ നടത്തുന്ന ഏതെങ്കിലും ഒരു കുർബാനയുടെ റെക്കോർഡിംഗ് പ്രകാരം അത് നിങ്ങൾ അവിടെ ആ ഭാഗത്തേക്ക് കൂടെ കിട്ടുന്ന വിധത്തിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ആഴ്ച നേരുകയും ഈ ഓൺലൈൻ മാസിൻ്റെ കാര്യങ്ങളിൽ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുകയും ചെയ്യും. ഉൾത്തൊഴുത്തിൽ പുളകമാ